ഹായ് ഡിയേഴ്സ്, ഞാനിവിടെ എൻ്റെ 2 ഇയേഴ്സ് ജിം ജേണിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ അടുത്ത് ഒരു 2 ഇയേഴ്സ് ജിം ജേണിയുടെ ഇടയിൽ ഞാൻ ഒരുപാട് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പാർട്ട് വീഡിയോ ആയിട്ട് അതിൽ വോയിസ് ഓവർ ചെയ്തിടാം. മീൻസ് എങ്ങനെയാണ് ഈ 2 ഇയേഴ്സ് ജിം കൺസിസ്റ്റൻ്റായിട്ട് പോയത്, ഡയറ്റ് കീപ്പ് ചെയ്തത് എന്നെല്ലാം. കാരണം ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നവർക്ക് ഇവിടെ ഞാനിപ്പോൾ ദുബായിലാണ്, നാട്ടിൽ നിന്ന് ദുബായിൽ വന്നിട്ട് ഇവിടുത്തെ ടേസ്റ്റി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് തോന്നും. ഇത് കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നെല്ലാം ഞാൻ കേട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊന്നും വെച്ച് റെഗുലറായിട്ട് ജിം പോകുന്ന അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലുള്ളവരായിരിക്കത്തില്ല. എസ്പെഷ്യലി നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഒരു സഫോക്കേഷനായിട്ട് തോന്നിയിട്ട് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ വെച്ച് കൊറോണ ടൈമിൽ ജിമ്മിൽ പോയിട്ടുണ്ട്, ഒരു 3 months മാത്രം. അപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ പോയപ്പോൾ ഞാൻ പേഴ്സണൽ ട്രെയിനറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ആദ്യമായിട്ടൊരു ജിമ്മിൽ പോകുമ്പം മീൻസ് ഇഞ്ചുറീസൊക്കെ മെഷീനൊക്കെ റോങ് ആയിട്ട് യൂസ് ചെയ്ത് ഇഞ്ചുറീസൊക്കെ വരാനുള്ളൊരിതുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപ്പബിൾ ആയതിനനുസരിച്ച് ഫ്യൂ മന്ത്സോ അല്ലെങ്കിൽ 1 monthോ ജസ്റ്റ് എന്താ എന്നുള്ളതൊന്ന് ട്രെയിനേഴ്സിനെ വെച്ചിട്ട് തന്നെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ജനറൽ ട്രെയിനറിൻ്റെ അടുത്ത് ചോദിച്ചാലും മതി, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു പേഴ്സണൽ ട്രെയിനറിനെ ആകുമ്പോൾ അവർ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അല്ലെങ്കിൽ ഏതൊരു മെഷീൻ യൂസ് ചെയ്യും മുന്നേ അവിടുത്തെ ജനറൽ ട്രെയിനറിൻ്റെ ചോദിച്ചാലും പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഞാൻ പോയി കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ഒരു ദിവസത്തെ ഒരു അശ്രദ്ധയിൽ എനിക്ക് തന്നെ ഒരു വിരലിൽ മെറ്റൽ വന്ന് അടിച്ചിട്ട് ഒരു ചെറിയ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അറിയത്തില്ല. നമ്മൾ എപ്പോഴും അവരുടെ ഒരു മീൻസ് ചില ഇത് വെയിറ്റിലൊക്കെ പിന്നൊക്കെ വലിച്ചൂരുന്ന സമയത്ത് നമ്മൾ വിരലെങ്ങാനും അതിൻ്റെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് അത്ര പ്രതീക്ഷിച്ചിട്ടുള്ള പക്ഷേ അല്ലാതെ തന്നെ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് വേറെ വീഡിയോസിൽ പറയാം. അപ്പോൾ നമുക്കങ്ങനെ അറിയാത്ത കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ആദ്യമായിട്ട് പോകുന്നവർ ഒരു കുറച്ചെങ്കിലും എല്ലാ മെഷീൻസും 1 ടൈമെങ്കിലും ഒരു ട്രെയിനറിനെ വെച്ച് എങ്ങനെയാണത് അതിൽ വെയിറ്റ് ഇടുന്നത്, എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഓരോ പാർട്ടും ചെയ്യാൻ ഏതൊക്കെ മെഷീൻസാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നമുക്കൊരു ജിമ്മിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അതെല്ലാം നമുക്ക് അവിടെയുള്ള ജനറൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ്. കാരണം എല്ലാവരും പറയുമ്പോൾ 80% അല്ലെങ്കിൽ 60% ഡയറ്റാണ്, 70% ഡയറ്റാണ്, പിന്നെ ബാക്കി മാത്രമേ വർക്കൗട്ടുള്ളൂ. അത് സത്യമാണ്. അതായത് ഡയറ്റാണ് ഇതിലെ മെയിൻ പാർട്ടെന്ന് പറയുന്നത്. കാരണം ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ കൺസിസ്റ്റൻസി. ഇപ്പം ഞാനും ആദ്യം 2 months പോയിട്ട് പിന്നെ ജിം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയും വെയിറ്റ് ഗെയിനായിട്ട് പിന്നെയും പോയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പോകുമ്പോൾ ഒരു വെയിറ്റ് ലോസ് വരും. കാരണം നമ്മുടെ ആക്ടിവിറ്റി കൂടി നമ്മൾ കുറച്ച് ഡയറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വെയിറ്റ് ലോസ് വരും. പക്ഷേ അതും പറഞ്ഞ് നമ്മൾ ജിം നിർത്തിയിട്ട് പിന്നെയും വീട്ടിലിരുന്ന് ഡയറ്റ് നോക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് ഡയറ്റ് നോക്കത്തില്ല. പക്ഷേ സ്റ്റിൽ ഡയറ്റ് നോക്കിയാലും നമ്മൾ എഗെയിൻ നമ്മളുടെ ആക്ടിവിറ്റി മേ ബി സെഡൻറ്ററി അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും ജോബും ഒക്കെ ആയിരിക്കും. അപ്പോൾ എഗെയിൻ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. അതായത് നമ്മൾ ഏജ് കൂടുന്തോറും നമ്മളെ മെറ്റബോളിസം കുറയുന്ന കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ഗെയിൻ എന്തായാലും ചെയ്യും. അപ്പം കൺസിസ്റ്റൻ്റായിട്ട് തന്നെ ജിമ്മിൽ പോവുക, ജിം സ്റ്റോപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു 1 hour എങ്ങനെയെങ്കിലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. കാരണം ഇപ്പോൾ ഇങ്ങനെ ജിമ്മിൽ പോയി നന്നായിട്ടായിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എവറി 6 months ചെയ്യുന്ന ആളാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് ഭയങ്കര ഫിറ്റാണ്, ഇതാണ് നമ്മുടെ ഡയറ്റെല്ലാം പക്കയാണ് അങ്ങനെ. പക്ഷേ സ്റ്റിൽ മേ ബി നമ്മളെ കൊളസ്ട്രോൾ അബ്നോർമലായിരിക്കും. അത് ലോങ് ടേമിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ലിമ്മായിട്ടിരിക്കുന്ന ആൾക്കാർക്കും അവരും മീൻസ് 1 hour എക്സസൈസ് ചെയ്യണം.